മകളെ ഒന്ന് കെട്ടിപ്പിടിക്കും. ഒരു 17 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൈയടിക്കുന്നു. കുട്ടി എഴുതിയ ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് മൊബൈൽ ഫോണാണ്. ഇന്നലെ വന്നിരുന്നത് അതൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞാളെ. ഇന്നലെ രാത്രി നമുക്ക് കേൾക്കണം ഒരു 8, 8:30, 9 മണിക്ക് സമയത്ത് എന്ന് മാത്രമല്ല പിറ്റേ ദിവസം കുട്ടി ടീച്ചറോട് എന്ന് വെച്ചാൽ ടീച്ചർ എന്ത് പണിയാണ് കാണിച്ച് ഒന്ന് ഉഷാറിന് പറയുകളേ. ഹലോ അതാണ് ഉറപ്പിച്ചുള്ള എല്ലാവരും മനസ്സിലായി. നമസ്കാരം. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. എല്ലാവരും മുഖത്ത് ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ സാലിമാഷ് പറഞ്ഞതുപോലെ കുറേ ചുമതലകൾ കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അല്ലേ? ടെൻഷനൊന്നും അടിക്കണ്ട. ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. 2 പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്താണെന്നറിയോ? ഒന്ന്, നമ്മൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുക, കടുത്ത മഴ വരികയാണ് വിചാരിക്കും. കനത്ത മഴ വരികയാണ്, എന്നും മഴയാണ്, വെള്ളപ്പൊക്കമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കടുത്ത ചൂട് വരികയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കും? അല്ലേ? മഴ ഇങ്ങനെ പെയ്യണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലോ അതങ്ങനെ ചെയ്താൽ പോരെ. ടെൻഷൻ അടിക്കണം. ഇപ്പൊ മകൻ പഠിക്കുന്നില്ല, മകൾ പഠിക്കുന്നില്ല ആണ് പ്രശ്നമെങ്കിൽ അവന് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങളും സുഖം ആയിട്ട് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ പ്രശ്നം തീർന്നില്ലേ? പിന്നെ ടെൻഷൻ അവിടെ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടെൻഷൻ ആകേണ്ട യാതൊരു കാര്യമില്ല. എനിക്കറിയാം നിങ്ങളുടെ മനോഭാവം ശരിക്കും അറിയാം. എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അറിയാം. കുട്ടിയുടെ ഭാവിയെക്കുറിച്ച്, കുട്ടിയുടെ പഠന നിലവാരത്തെക്കുറിച്ച്, കുട്ടിക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ്സിനെ കുറിച്ച്, അവരെ ഈ ഗ്രേഡുകൾ കുറഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ആശങ്ക പരീക്ഷാകാലം വരുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. എന്താണ് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം? എൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി ഇപ്പോൾ ഒരു 17 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എപ്പോഴും എനിക്കൊന്നും വേദനയായിട്ട് എപ്പോഴും മോളേക്കാൾ ടെൻഷൻ ഇപ്പൊ അമ്മയ്ക്കാണ്. 70% മാർക്ക് കിട്ടി ഹിന്ദിയിൽ വാങ്ങുന്നുണ്ട്, പക്ഷെ ഇനി വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ടെൻഷനാണ്. അപ്പൊ ആദ്യമായിട്ട് ടെൻഷൻ പറഞ്ഞ ആൾക്ക് ഒരു സമ്മാനമുണ്ട്. നിങ്ങൾ പറയാം. സോ നമ്മൾ പൊതുവെ ടെൻഷൻ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഈ സമയത്ത് നമുക്ക് ഒരുപാട് ചൂട് കയറിയിട്ടുണ്ട്. പരീക്ഷ വരികയാണ്, പരീക്ഷയ്ക്ക് ഇത്ര ദിവസങ്ങളേ ഉള്ളൂ, ഇവളൊന്നും പഠിക്കുന്നില്ല, അനുസരണയില്ല, ചാട്യമാണ്, ഉറക്കമാണ്, പഠിക്കുന്നില്ല, അവിടെ ഇവിടെ കളിച്ച് തമാശകൾ പറഞ്ഞു സമയം കളഞ്ഞു. ശരിയല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലേ? കുട്ടി നമ്മൾ വിചാരിക്കുന്ന ആ ഒരു നിലവാരത്തേക്ക് ഇങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊരു പ്രശ്നം അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ സ്ട്രെസ്ഡ് ആവും, നമുക്ക് ടെൻഷൻ വരും അല്ലേ? നമ്മൾ ടെൻഷൻ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യപ്പോ? നമ്മൾ എന്ത് പറയും? ശകാരിക്കാൻ തുടങ്ങും കുട്ടി അല്ലേ? കുറച്ചൊക്കെ വഴക്ക് പറയാൻ തുടങ്ങും, കുട്ടിയെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ തുടങ്ങും, കുറ്റപ്പെടുത്താൻ തുടങ്ങും അല്ലേ? പിന്നെ മറ്റുള്ളവരോട് പറയും, ഇവൻ ആദ്യം പോലെയല്ല, പരീക്ഷ എഴുതുന്നില്ല, രണ്ടെണ്ണം നോക്കി അതായിരുന്നു, ഇരുന്ന് പഠിക്കുന്നില്ല, ഞാനിപ്പോൾ പറയുന്നറിയോ രാവിലെ 8 മണിക്ക് വീട്ടിൽ വന്നതാണ്. ഇങ്ങനെയുള്ള കുറേ നമ്മുടെ ആകുലതകൾ, പ്രശ്നങ്ങൾ, പരാതികൾ, കുട്ടിയുടെ പ്രവർത്തനത്തിലുള്ള നമ്മുടെ എന്താ പറയുക സന്തോഷക്കുറവ്, സംതൃപ്തിക്കുറവ് ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ കുട്ടിക്ക് എന്താണ് തോന്നുക? സന്തോഷമല്ലേ? ഉമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിലത്തെ ചേട്ടനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു,
ഞാൻ നീക്കണില്ല എന്ന് പറഞ്ഞു, പഠിക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ പഠിക്കാൻ ഇരുന്നാൽ തന്നെ മൊബൈല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ വെറുതെ സമയം കളിയാണ്. കളിക്കണം എന്നുള്ള വിചാരമുള്ളൂ, കളിക്കലും പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ആണോ? സന്തോഷമാണ് ഉണ്ടാവുക. ദേഷ്യം പിടിക്കും. കുട്ടിയുടെ ഈ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ടെൻഷനായി, ടെൻഷൻ വന്നാൽ നമുക്ക് ദേഷ്യം വരും, അതായത് സ്ട്രെസ് വന്നാൽ നമുക്ക് ദേഷ്യം വരും. ഈ സ്ട്രെസ് പിന്നെ മാറുന്നത് എവിടേക്കാണ്? കുട്ടിക്കാണ് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ ടെൻഷനും സ്ട്രെസ്സും കൂടിക്കഴിഞ്ഞാൽ അവളെന്താ പറയാ? പിന്നെ അല്ലെങ്കിൽ അവളെന്താ പറയാ? എന്നാലും നിങ്ങള് സുബൈദാക്കാനോട് അത് പറഞ്ഞില്ലേ, ഞാൻ നീക്കണില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, കൂട്ടുകാരികളോടൊപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, രാവിലെ നീക്കൂല എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ആ കുട്ടിയുടെ ഉള്ളിൽ കുറേ പ്രശ്നമായിട്ട് രൂപപ്പെട്ടു വരും. ശരിയല്ലേ? ഈ പ്രശ്നം എന്താകും? അതുകൊണ്ട് ഞാൻ ഈ പഠിക്കണില്ല എന്ന് തീരുമാനിക്കും. ഇനിയും ഞാൻ മകളിൽ വിളിച്ച നാളെ 8 മണിക്ക് നിശ്ചയിച്ച് നാളെ 9 മണിക്ക് നിൽക്കുന്നു. വാശി കൊടുക്കും, അല്ലേ? ആ വാശി കാണുമ്പോൾ നമുക്ക് പിന്നെ സന്തോഷമായി. അതാണോ സന്തോഷമാണ് പിന്നെ ഉണ്ടാവുക? അല്ല, അടുത്തെന്താണ്? നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവും. നമ്മൾ കൂടുതൽ സ്ട്രെസ് ആവുന്ന സമയത്ത് കൂടുതൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇതേ രീതിയിൽ തന്നെ പറയും. അപ്പോൾ ആ കുട്ടിയോ വീണ്ടും സ്ട്രെസ്ഡ് ആവും, വീണ്ടും ടെൻഷൻ ആവും, അവരുടെ പെർഫോമൻസ് ലെവല് കുറഞ്ഞു കൊണ്ടുവരും. ഇതിങ്ങനെ ഒരു നെഗറ്റീവ് സ്പൈറലായിട്ട് ഇങ്ങനെ കയറി കിടക്കും. ശരിയല്ലേ? പല വീട്ടിലെ ഒരു സെനാരിയോ ഇതാണ്. ഇപ്പോൾ പല വീട്ടിലെ ഒരു സ്ഥിതി ഇതാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഉത്കണ്ഠയും ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. മാത്രമല്ല നിരാശയുമുണ്ട്. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടി വളരുന്നില്ല, ഉയരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. ആ സ്ട്രെസ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടിയെ വഴക്ക് പറയുന്നു, കുറ്റപ്പെടുത്തുന്നു. പിന്നെ അത് കുട്ടിയിലേക്ക് കുറെ സ്ട്രെസ് പോകുന്നു. ആ സ്ട്രെസ് കുട്ടി അതിനനുസരിച്ച് വീണ്ടും പ്രതികരിക്കുന്നു, വീണ്ടും നെഗറ്റീവായിട്ട് പ്രതികരിക്കും. ഇങ്ങനെ ഇത് നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് എല്ലാവരും കൂടി യെസ് പറയും. എല്ലാവരും കൂടി വലിയൊരു യെസ് പറയും. യെസ് ആണോ? റെഡിയാണോ? നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുള്ള കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടിക്ക് നല്ല കഴിവുണ്ടെന്ന് നിങ്ങളുടെ അധ്യാപകരെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, SSLC പരീക്ഷ എഴുതാൻ പോകുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നിങ്ങളോട് ഇരിക്കുന്നുള്ളൂ, അല്ലേ? എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് നേടിത്തന്ന അർഹതയാണ്. ആണോ? അല്ലോ? ആ കുട്ടിയുടെ ബുദ്ധിപരമായ കഴിവ്, ആ കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവ്, ആ കുട്ടിയുടെ മനോഭാവം, അങ്ങനെ പലതരത്തിലുള്ള പോസിറ്റീവ് ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നിങ്ങളുടെ എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ, നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടിയെയും അഭിനന്ദിച്ച് ഒന്ന് കൈയടിക്കും. അഭിനന്ദിച്ച് കൈയടിക്കുക എങ്ങനെയെന്നല്ല, അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, തുറന്ന മനസ്സോടു കൂടി കൈയടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രോത്സാഹനം കിട്ടിയാല് ഒരു ഉണർവ് ആർക്കും കിട്ടൂല്ലേ? ഈ ഉണർവ് നിങ്ങളുടെ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്, 2 പ്രയോജനമുണ്ട്. ഒന്ന്, നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് ഫലപ്രദമായി ഇടപെടാൻ പറ്റും. ഇനി വളർന്നു വരുന്ന 2ാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു വളർച്ചയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് ഇടപെടാൻ പറ്റും. അതൊന്ന്. 2ാമത്തെ കാര്യം, നിങ്ങളുടെ ചിന്താഗതിയിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തിലും നിങ്ങളുടെ മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണമാക്കാനും പുരോഗമനപരമാക്കുവാനും ഈസിയാക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിരുന്ന എന്താ പേര്? ഇപ്പൊ
വന്നിരുന്ന റസിയ എന്ന മാതാവാവില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ ഞാനൊരു ചെറിയ ടെസ്റ്റ് നടത്താം. കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കി വെക്കും എല്ലാവരും. മൊബൈലൊക്കെ താഴെ വെച്ചാൽ ഡെസ്കിൽ വെച്ച് പേനൊക്കെ മാറ്റി വെച്ച് 2 കൈ ഒന്ന്, എന്നിട്ട് എല്ലാവരും ഒന്ന് ഇനി ഞാൻ പറയണ പോലെ ഒന്ന് കൈയടിക്കാം. അങ്ങനെയാണ് 1 2 1 2 3 1 2 1 2 3. പറയാം, ഞാൻ പറയാം. ഓക്കെ, തുടങ്ങിക്കോളൂ. 1 2 3 1 2. 10 പേരുടെ പാലത്തിന്റെ മുകളിൽ ട്രെയിനിങ്ങിന് പോണ ഒരു എഫക്ട് കിട്ടുന്നില്ല. അടിച്ചോളൂ. 10 പേരുടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കൈയ്യടി. അത് വേറെ ലെവലാണ്. ഞാൻ 3 1 2 3 എന്ന് പറയും. 1 എന്ന് പറയുമ്പോ 3 പ്രാവശ്യം അല്ലേ? 2 എന്ന് പറയുമ്പോ 1 പ്രാവശ്യം. 3 എന്ന് പറയുമ്പോഴോ 2 പ്രാവശ്യം. ക്ലിയർ അല്ലേ? എന്നാ 1 2 3 1 2 3 2. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളായിട്ടുള്ള അച്ഛന്മാരും അമ്മമാർക്കും എല്ലാം ജീവിതത്തില് നിങ്ങളുടെ ചിന്തയിലും ജീവിത രീതിയിലും മറ്റുള്ളവരുടെ ഇടപെടുന്ന രീതിയിലും കുട്ടികളെ പരിപാലിക്കുന്ന കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമാവുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. 3 1 3. ഇതിപ്പോ എല്ലാവരും കൂടി കൈയടിക്കുന്നു. ഇതൊന്നും അവിടെ നിങ്ങൾ മനസ്സിലാവണില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ആരംഭിക്കാൻ റെഡിയല്ല? ശരിയല്ല? തെറ്റിയില്ലാന്ന് ഉറപ്പിച്ചോളൂ എല്ലാവരും മനസ്സിൽ. 3 2 1 3 2 3. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഞാൻ ഇവിടെ ഒരു 6 കാര്യങ്ങൾ പറയുന്നു. എത്ര കാര്യമാണ്? 6 കാര്യങ്ങൾ. 6 കാര്യം പറഞ്ഞു കഴിയുമ്പോ എനിക്കൊരു സുഖമുണ്ട്. എന്താണെന്നറിയോ? ചോദ്യം ചോദിക്കും. നിങ്ങളെ അങ്ങോട്ട് പഴയ കാലത്തേക്ക് 10ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ബെഞ്ചിന് കെട്ടി നിർത്തും. എന്താ ചിരിച്ചു? കുറെ കയറി നിന്നാ തോന്നുന്നുണ്ട് അല്ലേ? ബെഞ്ചിന് കൊണ്ട് കുറെ കയറിക്കുന്നല്ലേ? അപ്പൊ ചെറിയത് അങ്ങനെ നിങ്ങൾ അന്ന് നിന്ന് അതേപോലെയുള്ള ഫീൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. 6 കാര്യം പറയുമ്പോൾ എന്തൊക്കെ കാര്യമാണെന്നുള്ളത് ശരിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അല്ലേ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ജീവിതത്തിൽ എന്ത് സുഖമാണ്. അതിനൊരു സുഖം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചെറിയൊരു ദുഃഖവും ചെറിയൊരു നിരാശയും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ ഒരു സുഖമുള്ളത്. സുഖം മാത്രമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സുഖം ഉണ്ടാവുക ജീവിക്കാൻ. ദുഃഖം എന്താണെന്ന് അറിയാത്ത ഒരു ജീവിതം. സുഖം മാത്രമേ ഉള്ളൂവെങ്കിൽ മടുക്കുന്നു അല്ലേ? ഇപ്പൊ ജീവിതത്തില് മറ്റു ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൺട്രോൾ വിട്ടുപോകും അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത് എങ്കിൽ നമുക്ക് വല്ലാത്ത നിരാശ, ദേഷ്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ കടന്നു പിടിക്കും. ഈ സമയത്ത് രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? പക്വത കാണിക്കുക എന്നുള്ളതാണ്. കുട്ടികളല്ല നിങ്ങളുടെ കുട്ടി 15 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 32 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. സഹോദരിമാരല്ല എങ്കിൽ, അമ്മമാരാണെങ്കിൽ എന്തായാലും ഒരു 30 വയസ്സിന് 35 വയസ്സിന് മുകളിലുള്ളവരായിരിക്കുന്നുണ്ടാവുക. കുട്ടികളെല്ലാം
നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല പഠിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ ദേഷ്യപ്പെടും, കുത്തുവാക്ക് പറയും നമ്മൾ അവരോട്, അല്ലെ? കുറ്റപ്പെടുത്തും, കുഴി തോണ്ടും. എന്താ കുഴി തോണ്ടുക പറഞ്ഞാലും പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പറയും, അല്ലെ? പണ്ട് കുട്ടി എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അന്ന് എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞ ആളാണ്, അല്ലെ? 5ൽ പഠിക്കുന്ന സമയത്ത് ചെയ്ത പണിയാണത്. 9ൽ പഠിക്കുമ്പോൾ ചെയ്തു അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഴി തോണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലെ കുമിഞ്ഞു കൂടിയിട്ടുള്ള സ്ട്രെസ് മുഴുവൻ നമ്മൾ അത് പുറത്തെടുത്ത് കുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. ചിലപ്പോൾ കുട്ടിയുടെ മാത്രമൊന്നുമല്ല, കുടിയിൽ വേറൊരാളുണ്ടല്ലോ അപ്പാന്ന് പറഞ്ഞ് നടക്കുന്നു, ഓല്ല തലയ്ക്കും കൊടുക്കും കുറേശ്ശെ, അല്ലേ? അമ്മായിയമ്മ നിങ്ങളും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നതാണ് ഓനെ നാശാക്കണത് എന്നൊരു ഉത്തരവാദിത്വം കൂടി കൊടുക്കുകയും ചെയ്യും, അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി എന്ന് പറയൂ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലോ കുഴി തോണ്ടലോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഒരു കൺട്രോൾ നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രതികരണത്തിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആവും. മറ്റത് പ്രോബ്ലം സോൾവ് ആവുകയല്ല ചെയ്യുക, വഷളാവുക ചെയ്യുക. അതിന് വേണ്ട ഒരു ചെറിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എന്താണ്? പക്വതയുള്ളവരായിരിക്കുക. പക്വതയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഒരു തന്ത്രം പറഞ്ഞു തരാം. നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിന്നൊക്കെ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടാറ്റ എന്ന് പറയില്ലേ? TA പറയില്ലേ? ടാറ്റ എന്ന് പറയില്ലേ? അത് ഓർത്താൽ മതി. TA ടി എന്താന്ന് പറയും? ടൈമാണ്. കുട്ടി പഠിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും കുട്ടിക്ക്. നമ്മളാണെങ്കിലും നമുക്ക് തീരെ സമയമില്ല, അല്ലേ? പണ്ടൊരു കുട്ടിയോട് അധ്യാപിക ചോദിച്ചു, ഇതൊരു കഥ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും. അധ്യാപിക ചോദിച്ചു, ആരാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഏറ്റവും ആരാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. എല്ലാ കുട്ടികളും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആവണം, എനിക്ക് അക്കൗണ്ടന്റ് ആകണം, എനിക്ക് നഴ്സ് ആകണം, എനിക്ക് അധ്യാപകനാകണം എന്നൊക്കെ, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കുട്ടികളും ഓരോന്നൊക്കെ എഴുതി. ഒരു കുട്ടി മാത്രം എഴുതിയ ഉത്തരം കണ്ടിട്ട് ടീച്ചർ പകച്ചു നിന്നു. കുട്ടിയെ അടുത്ത് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, മോളെ, ഈ മറ്റു കുട്ടികളൊക്കെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരമാണ് നീ എഴുതിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നീ അങ്ങനെ എഴുതിയത്? കുട്ടി എഴുതിയ ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് മൊബൈൽ ഫോൺ ആകണം. കുട്ടി എഴുതിയത് മൊബൈൽ ഫോൺ ആകണം എന്നാണ് എഴുതിയത്. അപ്പൊ എന്താ നീ മൊബൈൽ ഫോൺ ആകണമെന്ന് എഴുതാൻ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, ഞാനൊരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഉണ്ടാവും. അവരെപ്പോഴും എന്നെ ചേർത്ത് പിടിക്കും. അവർ എവിടെ പോവുകയാണെങ്കിലും അവരെന്നെ കയ്യിൽ ചേർത്ത് പിടിക്കും. അവർ ഉറങ്ങുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഉണ്ടാവും. അവർക്ക് ജോലി ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കും, എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഏറ്റവും കൂടുതൽ സമയം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് എനിക്ക് ഞാനൊരു മൊബൈൽ ഫോൺ ആകുമ്പോഴാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ടീച്ചറെ കണ്ണു കാണുന്നത്. ആ ടീച്ചറുടെ മോളായിരുന്നു ഈ എഴുതിയത്. ടീച്ചറ് കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ച ഒരു ചോദ്യത്തിന് സ്വന്തം മോള് കൊടുത്ത ഉത്തരമാണ്. ആലോചിച്ച് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓട്ടത്തിനിടയിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികളോട് സംസാരിക്കാനും അവർ സംസാരിക്കുന്നത് കേൾക്കാനും ഉള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. കുട്ടികൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടി 1ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും? ഓർമ്മ.
അന്ന് കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു നിങ്ങളോട്? എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? പഠിക്കലെത്തിയപ്പോൾ തന്നെ ഓടി അടുക്കളയിലേക്ക് കയറി വരികയാണ്, അമ്മേ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചിട്ട്. എന്നിട്ട് ഇന്ന് സ്കൂളിലുണ്ടായ എല്ലാ വിശേഷങ്ങളും തുരിതരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ടീച്ചർ വന്നു, എൻ്റെ ഫ്രണ്ട് ഇതാണ്, ഞങ്ങൾ ക്ലാസ്സിൽ ഈ കളി കളിച്ചു, ആ ടീച്ചർ ഇത് പഠിപ്പിച്ചു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, ആ ടീച്ചറെ ഇഷ്ടമായി, അതിഷ്ടമായി, ഇത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ സന്തോഷങ്ങളും ഇടയ്ക്ക് ഉണ്ടായ ആരെങ്കിലും വികൃതി കാണിച്ചതൊക്കെയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിയല്ലേ? ഇപ്പൊ 10 പഠിക്കുന്ന കുട്ടി ഇതേപോലെ ഒന്ന് പറയാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ചില കുട്ടികൾ പറയുന്നുണ്ടോ? വെരി ഗുഡ്. നിങ്ങളുടെ കുട്ടി പറയുന്നുണ്ടോ? ആദ്യം പറഞ്ഞ ആളുകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാതിരിക്കേണ്ട കാരണം എന്നറിയുമോ? 2-3 കാരണങ്ങളായിരുന്നു. ഒന്ന്, കുട്ടി വളരുന്നതിനനുസരിച്ച് അവർക്ക് പിന്നെന്താ പറയുക, എല്ലാ കാര്യങ്ങളൊന്നും അച്ഛനമ്മോട് പറയേണ്ടതില്ല എന്നൊരു തോന്നലായിരിക്കാം. സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ തോന്നലൊന്ന് ശക്തമാവപ്പോഴാണെന്നറിയോ? അമ്മയും അച്ഛനൊന്നും അറിയണ്ട, അറിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ പറയൽ കുറയ്ക്കും. പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞതിൽ കയറി പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? അത് നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ അങ്ങനെ ടീച്ചറോട് ചോദിക്കാൻ പാടുള്ളൂ, നീ അല്ലെങ്കിൽ ആ കുട്ടിയോട് അങ്ങനെ പറയാൻ പാടുള്ളൂ. ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞിട്ടില്ലേ നിനക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടത്ര ചിന്താശേഷി ഇല്ല എന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിയെപ്പോൾ വിചാരിക്കുക, ഞാനിപ്പോ ഇതൊന്ന് അമ്മോട് പറയാൻ പോയതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ ഒരു പാഠം എനിക്ക് മനസ്സിലായി. എന്താണ്? നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനമ്മോടും പറയാണ്ടിരിക്കുകയാണ് നല്ലത്. സേഫ്റ്റി അതാണ് അല്ലേ? അപ്പൊ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ അവർ പറയുന്നത് കേൾക്കാനും മുഴുവൻ പറയുന്നത് കുറെ മണ്ടത്തരം ഉണ്ടാവും. ചിലപ്പോൾ പറഞ്ഞത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയൊന്നും പറഞ്ഞിരിക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ പക്വത കാണിക്കണം. എന്താണ് ഇവിടുത്തെ പക്വത? നമ്മളെ പോലെ അല്ല കുട്ടി. 15 വയസ്സായ ഒരു കുട്ടിയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളോട് കൗതുകം തോന്നുന്ന കുട്ടിയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കുട്ടിയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠയുള്ള കുട്ടിയാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മളോട് വന്ന് പറയുമ്പോൾ അതിലെ തെറ്റും ശരിയും മുഴുവൻ മുട്ടിനെടുത്ത് നമ്മൾ അവരെ ഉപദേശിക്കാനോ വഴക്ക് പറയാനോ ഒരുപ്പെടാൻ പാടില്ല. Let them talk. പറയട്ടെ, കുട്ടി ഇങ്ങനെ പറഞ്ഞോട്ടെ. പറയുമ്പോൾ നമുക്ക് പറഞ്ഞാലല്ലേ നമ്മൾ അറിയുള്ളൂ. ഈ കുട്ടിക്ക് എന്തെങ്കിലും ഗുരുതരമായ ഒരു തെറ്റിലേക്ക് കുട്ടി വഴുതി മാറുന്നുണ്ടോ, വഴുതി വീഴുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ എപ്പോഴും പറ്റൂ. നിങ്ങൾക്ക് കുട്ടി പറഞ്ഞിട്ടാണോ അറിയേണ്ടത്, അതോ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടാണോ അറിയേണ്ടത്? അല്ലേ? അപ്പൊ നമ്മൾ കുട്ടിയിൽ നിന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ അവർ സംസാരിക്കട്ടെ, അവരെ സംസാരിക്കാൻ അനുവദിക്കുക. അവരിങ്ങനെ പറഞ്ഞോളും. നിങ്ങൾ കേൾക്കുന്ന കാര്യം മുഴുവനൊന്നും എല്ലാവരും യുക്തിസഹമാകണമെന്നൊന്നും നമ്മൾ വാശിപ്പിക്കേണ്ട കാര്യമില്ല. കുട്ടികളാണ്, നമ്മളും കുട്ടികളായിരിക്കും അല്ലേ? നമ്മളും ഇതേപോലെ നമ്മുടെ അച്ഛനമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവര് പറയുകയാണെങ്കിൽ പറയാം, കൂടുതൽ ചിന്തിക്കുക. അതിനകത്ത് എന്തെങ്കിലും കാര്യം പ്രത്യേകം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് തിരുത്തേണ്ട എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അപ്പൊ ഓൺ ദ സ്പോട്ട് തിരുത്താൻ ശ്രമിക്കാതിരിക്കുക. കുറെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നീ രാമദാസ് മാഷോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആവുമ്പോ മാഷിക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക നീ ആലോചിച്ചു എന്ന് പറഞ്ഞ് വളരെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അതിങ്ങനെയാകുമ്പോ മോള് പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഈ കുട്ടി സ്വസ്ഥമായി അവളോട് പറയാൻ പറ്റുന്ന നല്ല ഒരു മനോഭാവത്തോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് പക്വത ഉണ്ടാവുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യത്തെ ടി. എന്താണ്? ടാറ്റയിലെ ആദ്യത്തെ ടി എന്താണ്? ടൈം. അതിന് വേണ്ട സമയം നമ്മൾ കണ്ടെത്തുക. കുട്ടിയോട് സംസാരിക്കാനും കുട്ടിക്ക് സംസാരിക്കാനുമുള്ള സമയം നമ്മൾ ധാരാളം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടെന്താണെന്നറിയും? ടാറ്റയിലെ എ ആണ്. എന്താണ്? കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യണം. എന്താ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ കുട്ടിയെ അതേപോലെ അംഗീകരിക്കുക. ഉയരം കുറഞ്ഞൊരു കുട്ടിയാണ് വിചാരിക്കുക,
അതിനോട് ഇജ് ഉള്ളത്തിയാണ് ഇജ് എന്താ പറയാ ഉയരമില്ല എനക്ക് ഓൾക്ക് ഉയരം തന്നെ ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞ ആക്സെപ്റ്റിംഗില് നമ്മളത്. ഉയരം കൂടിയ കുട്ടിയാണെങ്കിലോ ഓള് നൂറ്റാന്തോട്ടിയാണ് അല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു തരത്തിലുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. കുറച്ച് വണ്ണുള്ള കുട്ടിയാണ് വണ്ണപ്പിടിച്ചാണ് എന്ന് പറയുന്നു. വണ്ണമില്ലാത്തയാണെങ്കിലോ എന്താ പറയാ പട്ടിക്കായ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എന്താണോ നമ്മുടെ കുട്ടി സ്വഭാവം കൊണ്ടാണെങ്കിലും രൂപം കൊണ്ടാണെങ്കിലും എന്താണോ ആ കുട്ടി ആദ്യം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ടത്. കുട്ടിയുടെ ഒരു സ്വഭാവത്തെയും നിങ്ങൾ റിജക്റ്റ് ചെയ്യണ്ട, നിരാകരിക്കണ്ട. റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിരാകരിക്കാൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അവിടെയും പക്വതയുള്ള ആളാവുക എന്നത് നമ്മൾ എന്താണ്, ആക്സെപ്റ്റ് വാട്ട് ഹി ഈസ്. എന്താണ് ആ കുട്ടി അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. ടാറ്റയിലെ ടി പറഞ്ഞു, എ പറഞ്ഞു, അടുത്ത ടി ആണ് ടച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ അത് വലിയ സ്നേഹത്തിന്റെ വലിയ ഒരു ആവിഷ്കാരം അല്ലേ. നമ്മുടെ കുട്ടികളെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നിങ്ങളുടെ കുട്ടിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ഏതെങ്കിലും അമ്മയെ അച്ഛനോ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. യെസ്, ഹരീഷ് എന്താ പേര്? ഇലിയാസ്. മുഹ്സിന എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ ഇലിയാസ്. മുഹ്സിന എന്ന കുട്ടിയും ഭാഗ്യവതി, അച്ഛനും ഭാഗ്യവതി. എന്താ നമുക്ക് ചെലവ് പറയൂ. നമ്മുടെ സ്വന്തം കുട്ടിയെ രാവിലെ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ച് പുറത്തൊന്ന് തട്ടി നീ മിടുക്കനാണ് എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്കാണോ? അല്ലല്ലോ. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അവൾ ഇന്നലെ മിനിയാന്നോ അതിന് മുൻപോ ചെയ്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ചെറിയൊരു വിഷമം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത്രക്കോ സ്നേഹമൊന്നും അവളോട് കാണിക്കേണ്ട കാര്യമില്ല. അത്രക്ക് നല്ലതൊന്നുമല്ല, അത്രക്ക് ഗുണമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇത് തെറ്റാണ്. ചെറിയ കുട്ടികളല്ലേ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവരോട് സ്നേഹത്തിൽ പെരുമാറുക, ഒരു ഉമ്മ കൊടുക്കുക, എന്നിട്ട് പറയാം എനിക്ക് അതിൻ്റെ നല്ല ഇഷ്ടമാണ്, ഈ മിടുക്കിയാണ്, നിനക്കതിനുള്ള പരീക്ഷ പാസ്സാകാനുള്ള കഴിവുണ്ട്, നിന്നെ പറ്റി നിന്റെ ടീച്ചർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പലപ്പോഴും ടീച്ചർമാർ സ്കൂളിൽ അല്ല രക്ഷിതാക്കൾ സ്കൂളിൽ വന്നു പോന്നാൽ പിന്നെ ഈ കുട്ടിക്ക് ആകെ ഒരു ബേജാറാ. എൻ്റെ ക്ലാസ് ടീച്ചറെ പോയി കണ്ടിക്കണു, എന്തൊക്കെയാണാവോ പറഞ്ഞിട്ടുണ്ടാവുക, ഈ ഒരു കൊല്ലത്തെ കഥ മുഴുവൻ പറഞ്ഞു. ചിലപ്പോൾ ടീച്ചർ നല്ലതാവും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അമ്മയുടെ മനോഭാവം എന്താവുന്നല്ലോ. അതൊന്ന് വെച്ചൊന്ന് ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തണം, എന്നിട്ട് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നാവും. എന്നിട്ട് പറയും ടീച്ചർ പറയാത്ത അതിനെപ്പറ്റി ടീച്ചർക്ക് അത്ര നല്ല അഭിപ്രായം അല്ല കേട്ടോ എന്ന് കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്താ തോന്നുന്നുള്ളില്ലേ? സന്തോഷം തോന്നുക, ടീച്ചറോട് സന്തോഷം തോന്നുക. ടീച്ചറും അവളും തമ്മിലുള്ള ഒരു അലൈൻമെന്റ് പോയില്ലേ? എന്താ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടായി? അതുകൊണ്ട് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിലാണ് എങ്കിൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ? കൂടുതൽ ഗുണമല്ലേ? അപ്പൊ ഒരു അലൈൻമെന്റ് പോകണം. എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം കുട്ടി ടീച്ചറോട് എന്ന് വെച്ചാൽ ടീച്ചർ എന്ത് പണിയെ കാണിച്ച് അമ്മനോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തുണ്ടായി? നിങ്ങൾ അവളും തമ്മിലുള്ള അലൈൻമെന്റ് പോയി മാത്രമല്ല, നിങ്ങളൊരു നുണ പറഞ്ഞു എന്നും കൂടി അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ശരിയല്ലേ? എന്തിനാ ഈ നാടകം കളിക്കപ്പെടുന്നത്? മറിച്ച് നിങ്ങൾ ടീച്ചർ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടി കുറച്ച് ശ്രദ്ധക്കുറവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ നീ മിടുക്കിയാണെന്ന് ടീച്ചർ പറഞ്ഞു എന്നൊന്ന് പറയുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളോടും ടീച്ചറോടും ആകെ അവിടെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഉണ്ടാക്കുന്നത്? അതല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പൊ എന്താണ് ടച്ച്? നമ്മൾ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കുക. അവരുടെ പഴയ കഥകളൊന്നും നമ്മൾ പറയാനേ പോണ്ട, ഓർമ്മിക്കാനും പോണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇന്നലെ ചെയ്ത എന്തെങ്കിലും കാര്യം ഇന്നലെ കുറിച്ച് ചായ കുടിക്കാൻ പറ്റുമോ? ഇന്ന് വേറെ ഉണ്ടാക്കണ്ടേ? ഇന്നലെ തിന്ന് ദോശ തിന്നാൻ പറ്റുമോ? ഇന്നലെ തിന്ന് മീൻ തിന്നാൻ പറ്റുമോ? പറ്റില്ല. ഇന്നലെ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല. അത് ഇന്നലെ കഴിഞ്ഞു.
അതിന്റെ പേരിൽ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യത്തിനും മിനിയാന്ന് ചെയ്ത കാര്യത്തിനും അതിനു മുമ്പ് ചെയ്ത കാര്യത്തിനും 9ാം ക്ലാസ് ചെയ്ത കാര്യത്തിനൊക്കെ ഈ കുട്ടിയോട് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം. അങ്ങനെ പഴയ കഥയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവരെ കുറ്റം പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ചേർത്ത് നിർത്താനോ അവരോടൊന്ന് പുഞ്ചിരിക്കാനോ അവരോട് സ്നേഹത്തിൽ പെരുമാറണോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരിക്കില്ല. അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്, അവളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുപോകുന്നത്. ഇനിയും അവളുടെ വളർച്ചയ്ക്ക് മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരമായ എല്ലാ വളർച്ചയ്ക്കും നിങ്ങളുടെ ഒരു കൈത്താങ്ങും സപ്പോർട്ടും സ്നേഹവും ഊഷ്മളതയും ഒരു കരസ്പർശവും എല്ലാം അവർക്ക് ആവശ്യമാണ്. അവരെ ചേർത്ത് നിർത്തണം. നമ്മളെപ്പോഴും ഒന്ന് തലോടണം, ഒരു തണലാകണം. നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ടിട്ടാണ് അവർക്ക് തണൽ കൊടുക്കുന്നത്, അല്ലേ? തണൽ എന്നതിന് വാക്കിന് തന്നെ അർത്ഥം എന്താണെന്നറിയോ? മരം കൊണ്ട വെയിലാണ് തണൽ. നമ്മളൊരു മരത്തിന്റെ ഒരു ആലിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമ്മളല്ല വെയിൽ കൊള്ളുന്നത്, ആ ആൽമരം വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് തണൽ ഉണ്ടാകുന്നത്, അല്ലേ? അതുപോലെ നമ്മൾ കൊള്ളുന്ന വെയിലിൽ തണലിൽ വളരേണ്ടവരാണ് നമ്മുടെ മക്കൾ. അതുപോലെ വളർന്നവരാണ് നമ്മൾ. ഇവിടെ ചേർത്ത് നിർത്തുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇതിനൊന്നും ഒരു കണ്ടീഷനും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നല്ല, ആ മോളെ നീ വന്നല്ലേ ചോദിച്ചത്. ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിയെ വീട്ടിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ചേർത്ത് നിർത്തി, മോളെ ഞാൻ ഇന്നൊരു ക്ലാസ്സിൽ പങ്കെടുത്തു. നിങ്ങളുടെ സ്കൂളിലെ രാംദാസ് മാഷ് ഞങ്ങൾക്ക് ഒരു രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ നിന്നെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചർമാർ പറഞ്ഞു, നല്ല അഭിപ്രായം, എനിക്ക് അഭിമാനം തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കെട്ടി. ആർ യു റെഡി? എത്ര ആള് ചെയ്യും? എത്ര ആളൊന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ, മകനെയും മകളെ ഒന്ന് കെട്ടിപ്പിടിക്കും? പിടിക്കൂല. ഞാൻ ചിലവരിപ്പോഴും പറയണം, നിങ്ങളെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പിടിക്കൂലേ? പൊക്കി കൈ അങ്ങനെ പൊക്കി, അങ്ങനെ വെച്ചാൽ ഞാൻ അറിയും, കൈ പൊക്കി, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. ആ ഒരു മാറ്റം ഒന്ന്. നാലാമത്തെ, ഈ ടാറ്റയിലെ നാലാമത്തേതാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ അവർക്ക് കഴിയണം. എന്ത് പ്രശ്നമാണെങ്കിലും, അവരായിട്ട് ചെയ്ത ഒരു പ്രോബ്ലം ആണെങ്കിലും, അവരായിട്ട് കാരണമായ ഒരു പ്രശ്നമാണെങ്കിലും, അവരായിട്ട് ചെയ്ത ഒരു ബുദ്ധിക്കുറവുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണെങ്കിലും ഒക്കെ അമ്മ അറിയണ്ട, അമ്മയുടെ അടുത്തേക്ക് പോണ്ട പ്രശ്നമാണ് എന്ന തോന്നൽ, അച്ഛൻ്റെ അടുത്തേക്ക് പോണ്ട, അച്ഛൻ അറിയണ്ട എന്ന പ്രശ്നമാണെന്ന് തോന്നലില്ലാതെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എപ്പോഴും ഓടിച്ചെല്ലാവുന്ന ഒരാളാണ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്ന തോന്നൽ ആ കുട്ടിയിൽ ഉണ്ടാക്കണം. ആ വിശ്വാസം കുട്ടിയിൽ ഉണ്ടാക്കണം. എന്ത് തെറ്റും ചെയ്തോട്ടെ, എന്ത് മണ്ടത്തരവും ചെയ്തോട്ടെ, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും. എൻ്റെ അച്ഛനോടോ എൻ്റെ അമ്മയോടോ എനിക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ശക്തമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ആരാകുന്നത് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പാരന്റായി മാറുന്നത്, സ്വീകരിക്കുന്ന ഒരു അമ്മയായി മാറുന്നത്, സ്വീകരിക്കുന്ന ഒരു അച്ഛനായി മാറുന്നത്, സംരക്ഷണ ബോധം നിങ്ങളിൽ കുട്ടിക്ക് ഉണ്ടാകുന്നത്, നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയ 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 റിപ്പയറുകൾ നമ്മൾ നടത്തേണ്ടി വരും. ചെറിയ ചെറിയ നമ്മുടെ താല്പര്യങ്ങളും ദുശ്ശാഠ്യങ്ങളും നമുക്കൊക്കെ ഉണ്ടത്, അല്ലേ? ദുശ്ശാഠ്യം, ദുസ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നമുക്കിതൊന്നുമില്ല, നമ്മളിങ്ങനെ നടിക്കുകയാണ്. നമുക്കുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ. നമ്മുടെ കെട്ടിയവനോട് ചോദിച്ചാൽ അറിയാം എനിക്ക് ചില അതുണ്ടോ എന്ന്. അതേപോലെ തന്നെ കെട്ടിയവരോട് ചോദിച്ചാലും അറിയാം എങ്ങനെയുണ്ട് ഇപ്പോ എന്ന് ചോദിച്ചാൽ അറിയാം. അവർക്ക് നമ്മളേക്കാൾ കൂടുതൽ അറിയും, അല്ലേ? അപ്പോ എല്ലാവർക്കും ഉണ്ട് ഇത്, നമ്മുടെ കുട്ടികളിലും ഉണ്ട്. പക്ഷെ അവരെ എന്ത് ചെയ്യാം? അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയാൽ ടാറ്റ വിജയിച്ചു. അപ്പൊ ഒന്നാമത്തെ പോയിന്റിന്റെ താഴെയുള്ള സബ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ടാറ്റ എന്താണ്? പക്വതയുള്ളവരായിരിക്കുക. എങ്ങനെ? ടാറ്റ വീട്ടില് പഠനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. എന്താ പഠനത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല്, കുട്ടിക്ക് പഠിക്കാൻ ഒരു സ്ഥലം വേണം, ഇരുന്ന് പഠിക്കാൻ ഒരു സ്ഥലം കുട്ടിക്ക് വേണം.
ഇപ്പൊ എവിടെ ഇരുന്ന കുട്ടി പഠിക്കുന്നത്? ബെഡ്റൂമിലാണോ? ബെഡ്റൂമിലാണ് ഇരുന്ന് പഠിക്കുന്നത് എങ്കിൽ ഈ ബെഡുള്ള റൂമിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. ആ ഉറക്കത്തിന്റെ സൗകര്യം ഉണ്ടാവും. ഇങ്ങനെ കിടക്കുന്നത് കാണില്ല, ഒന്ന് കിടന്നാട്ടേ കിടന്നാ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കാര്യം അല്ലേ? പായുണ്ട കുറുക്കം വലിക്കുന്ന കുട്ടികളാണ് നമ്മളൊക്കെ. അപ്പോ ബെഡ്റൂമിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. കുട്ടി ഇരുന്ന് പഠിക്കുന്നിടത്ത് ബെഡ്റൂമിൽ കിടക്കാനുള്ള സൗകര്യം നിങ്ങൾ എന്ത് മാശാന്ന് ചോദിക്കുന്നത് അല്ലേ? കുട്ടി ഇരുന്ന് പഠിക്കുന്നിടത്ത് നിങ്ങൾ അതിനൊരു സൗകര്യം ഒന്ന് വേറെ ഉണ്ടാക്കുക. വേറെ വീട് ഉണ്ടാക്കുക എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും ആ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് ഒന്ന് രണ്ട് പ്രത്യേകതകൾ വേണം. ഒന്ന്, ടി വി ഇരിക്കുന്ന സ്ഥലമാവരുത്. ടി വി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടി വി അവിടെ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യില്ല. ഓൺ ചെയ്താലേ ശല്യം ചെയ്യുള്ളൂ. ടി വി ഓൺ ചെയ്ത് നിങ്ങളിങ്ങനെ ടി വി കാണാം, അതിങ്ങനെ ഇരുന്ന് കാണാം. കുട്ടി അവിടെ ഇരുന്ന് പഠിക്കടോ, നിങ്ങൾ ടി വി ഇങ്ങനെ നോക്കുക. എന്താ തിരികെ നോക്കണേ, പഠിക്ക്. അങ്ങനെ നടക്കുമോ? നടക്കൂല. അപ്പോൾ ടി വി ഓഫ് ചെയ്ത് വെക്കുക. ഒന്നും പറ്റില്ല. ഭൂരിക്കറൊടുക്കൊന്നുമില്ല സാധനം, ഒന്നും പറ്റില്ല. കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞവരെങ്കിൽ ഒന്നും കാണില്ല എന്ന് വിചാരിക്കാം. ഇത്ര കാലം കണ്ടില്ലേ, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ വിഷം ഉള്ളിലേക്ക് ചെന്നു എന്നല്ല, ഈ സീരിയലൊക്കെ കണ്ടിട്ട് കുറേ വിഷം ഉള്ളിലേക്ക് ചിന്തയിലൊക്കെ കുറേ വിഷം പുരണ്ടു എന്നല്ലാതെ യാതൊരു പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി കുട്ടിയുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാവുന്ന ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റ് കുട്ടി ഇന്ന് പഠിക്കുന്ന സമയത്ത് മറ്റ് സംസാരങ്ങളൊന്നും വീട്ടിലുണ്ടാവാതിരിക്കുക. എന്താ സംസാരം? നമ്മുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിവിടെ മൂത്തോളെ കെട്ടിച്ചോടത്ത് ഉള്ള പ്രശ്നം പറയാണ്ടാവും നമുക്ക്. അതല്ലെങ്കിൽ നാത്തൂന്റെ പ്രശ്നം പറയാണ്ടാവും. അതിൽ അമ്മായിയുടെ പ്രശ്നം പറയാണ്ടാവും. അതല്ലെങ്കിൽ അയൽവക്കത്തെ പ്രശ്നം പറയാനുണ്ടാവും. ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയം പറയാനുണ്ടാവും, മതം പറയാനുണ്ടാവും, ഈ പരദൂഷണം പറയാനുണ്ടാവും. ഒരു ഉപകാരമില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുട്ടി ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് അല്ലേ? കുട്ടി പഠിക്കണം നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ചെയ്യുന്നതോ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് മറ്റുള്ള സംസാരങ്ങളൊക്കെ കുട്ടി പഠിക്കുന്ന സമയത്ത് ഒഴിവാക്കുക. മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ചില പഠനപ്പണക്കങ്ങളൊക്കെ ഉണ്ടാവും, സൗകര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വീട്ടിൽ, ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ ഒക്കെ. ചില ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹമാണ്. ഓല് കണ്ടുമുട്ടിയ നായി പൂച്ചിനെ പോലെ ഒച്ചമുള്ളി കുട്ടികളുണ്ട്. വീട്ടിലേക്ക് വന്ന് കയറിയാൽ തന്നെ തുടങ്ങി പ്രശ്നം. ആ പ്രശ്നം പിന്നെ അവിടെ തീർത്തിട്ടേ കുട്ടിക്ക്, ഈ പ്രശ്നം അവിടെ തീർക്കാൻ നിങ്ങൾ എന്തുണ്ടെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സമാധാനം കുട്ടിക്ക് കിട്ടുമോ? സന്തോഷം കുട്ടിക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? കുട്ടി ഉറങ്ങിയിട്ട് നിങ്ങൾ അടികൂടി കൂടി. കുട്ടി ഉറങ്ങിയിട്ട് നിങ്ങൾ നേരം വിളിച്ചാൽ അവളെ അടികൂടിക്കോളി, ഒരു പ്രശ്നമില്ല. കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. നേരം വിളിച്ച് അവളെ എന്താ വട ചെയ്തോളൂ. എന്നാലും കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം നശിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് ഒഴിവാക്കുക. പിന്നുണ്ട് വേറെ ഒരു വിഭാഗം ആൾക്കാർ, നാത്തൂലെ ചോറ് വെച്ചാ ഇന്ന് എന്തായിരുന്നു കൂട്ടാന്, ഇന്ന് മീൻകാരൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്. ഓല കുളിയും പരിപാടിയും ചോറെക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ചോറുണ്ടാണ്ട സമയത്തിന്റെ ഇടയിൽ 1 മണിക്കൂർ സമയം കിട്ടുമ്പോൾ അപ്പുറത്തൊന്ന് പോയിട്ട് അല്ലേ വർത്താനൊക്കെ ഒന്ന് കുറഞ്ഞ് ചോദിച്ചിട്ടൊക്കെ വർത്താനങ്ങളൊക്കെ നന്ദി കുറേ ദിവസമായി ഇങ്ങോട്ട് വന്ന്. പണ്ട് ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ പിന്നെ പറഞ്ഞ ഒരു സംഭവമാണ്. വർത്താനം പറഞ്ഞു നേരം വൈകി, ഒരുപാട് നേരമായി, ഭർത്താവുണ്ട് കിണറ്റിൽ, നിങ്ങൾ ആ ഏടി ഒന്ന് തരുമോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭർത്താവ് കിണറ്റിൽ വീണ സമയത്ത് ഏടി കൊണ്ടിട്ട് ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടി വേണ്ടി ചെന്ന ആ നേരത്താണ് ഓലോട് ഇന്നലെ ഏതോ ഒരു കാറ് വന്നേക്കും. ആരെയായിരുന്നു ഇന്നലെ വന്നിരുന്നത്? അതൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞാളെ, ഇന്നലെ രാത്രി നമുക്ക് കേൾക്കണം, ഒരു 8, 8:30, 9 മണിക്ക് സമയത്ത് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോഴാണ് പിന്നെ കുറെ പറഞ്ഞ് കഥയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പറയുകയെന്ന് ആലോചിച്ചപ്പോഴാണ് ഭർത്താവിൻ്റെ കാര്യം റബ്ബേ, ഭർത്താവുണ്ട് കേറ്റിന് കിടക്കണം, നിങ്ങൾ ഏടിയൊന്നും കാട്ടിക്കാണി ഭർത്താവിനെ പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഇങ്ങനെയാണ് ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഈ കുട്ടി ഇങ്ങനെ കേട്ടുകാണ്ടിരിക്കും അല്ലേ? നല്ല സൗകര്യമാണ് അല്ലേ? കുട്ടിക്ക് നല്ല പഠിക്കാൻ പറ്റണ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നൈബേഴ്സിനെ, നിങ്ങളുടെ അയൽവാസികളൊക്കെ നൽകാൻ, അതെ കുഞ്ഞാളൂന് പരീക്ഷ, അല്ലെങ്കിൽ മോൾക്ക് പരീക്ഷ, അല്ലെങ്കിൽ മോന് പരീക്ഷ,
ഇവിടെ പാത്തിന് വേണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കി. ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കേട്ടോ. ഒരു 2 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പോലെ എന്താണ് എന്താ പേര്? ഷെർലിയുടെ അടുത്തേക്ക് ഇപ്പൊ പോകണ്ട, കുട്ടിക്ക് പരീക്ഷയാണ്, കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് വിചാരിച്ചു അവരെന്നെ ഒരു കൺട്രോൾ ആ കാര്യത്തിൽ കൊണ്ടുവരുന്നത്. പോലെ ആലോചിക്കാതൊന്നും കൊണ്ടോ, ചിലപ്പോൾ ഉപ്പും മുളകും ഉള്ളിയൊക്കെ വാങ്ങണ്ട, നമുക്ക് അവിടെ പോയിട്ട്. അതേപോലെ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാം, കമ്പനി കൊടുക്കുക. എപ്പോഴും കുട്ടിയുടെ കൂടെ അവളുടെ ഒരു സുഹൃത്തായിട്ട്, ഒരു കൂട്ടായിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കുക. മോളെ 12 മണി ആയിട്ട് കിടന്നാൽ മതി കേട്ടോ, അമ്മ കിടക്കാൻ പോവുകയാണ്. അമ്മ പായ കണ്ട കുട്ടമലി ഉണ്ട്. എന്നിട്ട് പറയാം മോളോട് 12 മണിക്ക് കിടന്നാൽ മതി. മോള് കിടക്കുമല്ലോ അല്ലേ, അല്ല പഠിക്കുമല്ലോ അല്ലേ. അപ്പൊ നമ്മൾ കൂടെ ഇരിക്കുക. അതേപോലെ രാവിലെ വിളിച്ചു, ബെല്ലടിച്ചു, അലാം അടിച്ചു, കുട്ടി നീച്ചു, കുഞ്ഞാളായി നീച്ചില്ലേ? ഞാൻ നീച്ചിക്കണമ്മ, അത് പഠിച്ചട്ടോ. അതിപ്പോ ഉമ്മ അവിടെ ഇങ്ങനെ കേൾക്കും. അപ്പൊ ഓള് അപ്പുറത്ത് ഇരുന്നിട്ട് മേശമ്പിൽ തലച്ചിട്ട് ഓള് വരും. എന്നിട്ട് ഭയങ്കര ഈ മറ്റേ മരണക്കിണറിൽ മോട്ടോർ സൈക്കിൾ അടിക്കുന്ന പോലെ ഒച്ചയാണ് ആ വീട്ടിൽ. രാവിലെ 4 മണിക്ക് നീക്കുകയാണ് എല്ലാവരും പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനി കൊടുക്കുക രാവിലെ ആയാലും അവർ പഠിക്കുന്ന സമയത്ത്. എന്ന് വെച്ചാൽ ഞാൻ അടുക്കളയൊക്കെ കൂട്ടിയിട്ടിട്ട് നിങ്ങൾ സമരം ചെയ്ത് കണ്ട് കുട്ടിയുടെ അടുത്ത് ഇരിക്കണം എന്നല്ല പറയുന്നത്. കുട്ടിയുടെ അടുത്ത് പരമാവധി സമയം നിങ്ങൾ ചെലവഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുട്ടിയായിട്ട് എൻഗേജ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷയുടെ ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്ന സമയത്ത് കഴിഞ്ഞ പരീക്ഷയുടെ പേപ്പർ നോക്കുക. അത് നിങ്ങൾക്ക് അത് എഴുതി, അപ്പൊ ഇത് എഴുതിയില്ലേ, അത് എഴുതിയില്ലേ, അന്നും പഠിച്ചില്ലല്ലോ, ഇന്നും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിനൊന്നും നിൽക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, അടുത്തതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക. അപ്പൊ ഞാൻ 2 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പക്വതയുള്ളവരായിരിക്കുക. പഠനാന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു പഠനാന്തരീക്ഷം വീട്ടിലുണ്ടെന്ന് കുട്ടിക്ക് തോന്നണം. കുട്ടിക്ക് എന്ന് തോന്നണം, എനിക്കും വേണ്ടിയിട്ടാണ് ഇവർ മുഴുവനും കണ്ട അമ്മ TV കാണുന്നത് നിർത്തി, ആരോഗ്യത്തെ താത്താനോട് വരണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യൽ നേരത്തേക്ക് എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്, അമ്മ കല്യാണത്തിന് പോകുന്നില്ല, അമ്മമ്മയെ കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കടയിലേക്ക് പോകുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ് എന്നൊരു ചിന്ത കുട്ടിക്ക് ഉണ്ടാകാൻ നമ്മൾ സീരിയസ് ആയാൽ പറ്റും അല്ലേ? നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അവരെയൊക്കെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക. 3ാമത്തെ കാര്യം എന്താണെന്നറിയോ? താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. എന്താ പേര്? ഖദീജ. താത്താന്റെ വീട് എവിടെ? നിങ്ങളുടെ പേരെന്താ? അതെവിടെ? പള്ളിയക്കുളത്ത്. അടുത്തടുത്ത? നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്യുന്നത്? പണിക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരത്ത് വന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ഖദീജ ഒരു ചായ ഉണ്ടാക്കി, പൊടിച്ചായ ഉണ്ടായിക്കാ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ പൊടിച്ചായ, നിങ്ങൾക്ക് വയ്ക്കുന്ന ഒരു ചായ ഉണ്ടാക്കി നിങ്ങൾ ആകാൻ കൊണ്ടുകൊടുത്തു. എന്താ മൂപ്പർക്ക് പേര്? മമ്മൂട്ടിയാങ്ങൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ചായ ഒരൊറ്റ കുടി കുടിച്ചിട്ട് പറഞ്ഞു, എന്താ ഖദീജക്കന്റെ കാലൊക്കെ ആയിട്ട് മര്യാദക്ക് ഒരു ചായ കണക്ക് നിച്ചല്ലോ. ഞാൻ എന്നോട് ഈ പണിക്കൊക്കെ പോയി രാവിലെ 8 മണിക്ക് തുടങ്ങിയതാ, 5 മണിയായാലും ആരാന്റെ പറമ്പിൽ പണിയെടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നല്ല ചായ എടുത്തപ്പോ അത് ഉണ്ടാക്കി തരാനുള്ള ഒരു മനസ്സെടുക്കില്ലല്ലോ ഖദീജ, എന്താ ഇങ്ങനെ? എന്ന് മാത്രല്ല, ഞാൻ നാളെ നസീറാന്റെ കുടിയില് പെണ്ണിന്റെ കല്യാണം പറയാൻ വേണ്ടി പോയപ്പോ ഓളൊരു ചായ ഉണ്ടാക്കി തന്നു. എന്തായിരുന്നു ആ ചായന്റെ ഒരു എന്താ അതിന്റെ രസം എന്നറിയോ? നല്ല ചായ, ഹോട്ടലിൽ കൂടി കിട്ടൂല അത്ര നല്ല ചായ എന്നാണ് പറഞ്ഞതെങ്കിൽ ഖദീജാത്ത നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ എടുത്ത വൈക്കും ഞങ്ങൾ നസീറാന്റെ പോയി കുടിച്ചോളി എന്നല്ലേ പറയാ അല്ലേ? ഇതാണ് കമ്പാരിസന്റെ പ്രശ്നം, താരതമ്യം ചെയ്താലുള്ള പ്രശ്നത. നമ്മൾ നമ്മുടെ കുട്ടിയെ മറ്റേതെങ്കിലും കുട്ടിയുമായി താരതമ്യം ചെയ്താൽ ആ കുട്ടി വേറെ, ഈ കുട്ടി വേറെ. ഈച്ച് മാൻ ഈസ് യൂണീക്ക് എന്ന് പറയാം. നിങ്ങളെ പോലെ വേറൊരാളില്ല ഈ ഭൂമിയിൽ. നിങ്ങളുടെ കുട്ടിയെ പോലെ വേറൊരു കുട്ടി ഭൂമിയിലില്ല. എന്നെ പോലെ ഇത്ര സുന്ദരനായിട്ടുള്ള ഒരാൾ ഈ ഭൂമിയിൽ വേറെ ഇല്ലടോ. ചിലപ്പോ എന്റെ ഹൈറ്റുള്ള ആളുണ്ടാവും, പക്ഷെ എന്റെ കളർ ഉണ്ടാവില്ല.
പക്ഷേ ഈ കളറും ഉണ്ടാവും, ഹൈറ്റും ഉണ്ടാവും. പക്ഷെ ഞാൻ ഡ്രസ് ചെയ്യുന്ന പോലെ അവരെ ഡ്രസ് ചെയ്യണം, അതിനേക്കാൾ നന്നായിട്ടായിരിക്കും. അല്ലെ ഞാൻ സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കുന്നുണ്ടാവുക. അതും അല്ലെങ്കിൽ ഏതെങ്കിലും പല കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നത്. ഒരേ ആളെ പോലെ ഒരാളില്ല. പിന്നെ ആ ആളെ വേറൊരാളെയും കൂടി കമ്പയർ ചെയ്യുന്നത് എന്ത് മണ്ടത്തരം അല്ലേ? കമ്പയർ ചെയ്യരുത് ഒരിക്കലും. നിങ്ങളുടെ കുട്ടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കുട്ടി എന്താണോ ആ കുട്ടി അതേപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നെവർ കമ്പയർ. കമ്പാരിസൺ കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അപ്പുറത്ത് പഠിക്കുന്ന പിന്നെ ചേച്ചിയുടെ മോള് ആതിരയെ കുറിച്ച് നിങ്ങളുടെ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ആതിര കണ്ടോ, മാത്സിൽ ഫുൾ A+ ആണ്. ഹിന്ദി അവൾക്ക് ഹിന്ദിയുടെ കാര്യമില്ല പറഞ്ഞ, ഹിന്ദിയിൽ അവൾ കണ്ടുപിടിക്കുക, ഹിന്ദിയിൽ വേണമെങ്കിൽ അവൾ സംസാരിക്കുക കൂടി ചെയ്യും. അപ്പൊ മോളുടെ പേരെന്താ? തീർത്ഥയുടെ മനസ്സിൽ ഒരു പക്ഷെ ആതിരയുടെ നല്ല സുഹൃത്താവും തീർത്ഥയുടെ മനസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ആതിരയെ പറ്റിയുള്ള അഭിപ്രായം വലിയ മികച്ച അഭിപ്രായമാണ്, പക്ഷേ എന്നെ പറ്റിയിട്ടോ മോശം അഭിപ്രായം. മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു വികാരമാണ് അസൂയ. അസൂയയിൽ നിന്ന് ഒരു അമർഷവും ഒരു വിരോധവും ഒരു എനിമിറ്റിയും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങൾ നബീസാന്റെ പോയി കുടിച്ചോളി ചായ എന്ന് പറഞ്ഞില്ലേ, അതേ വികാരം തന്നെ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയും ഇത് തമ്മിലുള്ള ബന്ധവും തെറ്റും, ആ കുട്ടി ഈ കുട്ടിയുടെ വലിയ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. നെഗറ്റീവാണ്, പോസിറ്റീവായിട്ട് ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഈ കുട്ടിയുടെ തന്നെ പാസ്റ്റും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ നിങ്ങൾക്ക്, പ്രസന്റും തമ്മിൽ കമ്പയർ ചെയ്യാം. കീർത്തന എന്നല്ലേ കുട്ടിയുടെ പേര്? തീർത്ഥ ഹിന്ദി 8ലും 9ലും പഠിക്കുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, ഇപ്പൊ കുറവാണ് മാർക്ക്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധിക്കും. ഒന്നുകൂടി നീ പഠന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഗൗരവത്തോടു കൂടി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പാരിസൺ ആണ്. ആരുടെ കമ്പാരിസൺ ആണ്? സെയിം കുട്ടിയുടെ തന്നെ നേരത്തെയുള്ള പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാം, അത് പോസിറ്റീവാണ്. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലാവും, ഓ ഞാൻ 8ലും 9ലും ഹിന്ദി നന്നായിട്ട് ചെയ്തിരുന്നു എന്നുള്ള അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപോലെ ഒന്നുകൂടി കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യാമെന്നുള്ള ഒരു തോന്നല കുട്ടിക്ക് ഉണ്ടാവുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ കമ്പാരിസൺ വേറൊരു കുട്ടിയുമായിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. നെഗറ്റീവ് ആകുക എന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. സോറി, നോ കമ്പാരിസൺ. ഒരു കമ്പാരിസൺ. അത് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നോ കമ്പാരിസൺ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പക്വതയുള്ളവരായിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? പഠനാന്തരീക്ഷം ഒരുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? കമ്പാരിസൺ. താരതമ്യം ചെയ്യൽ പാടില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടിയുടെ ആദ്യത്തെ പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാം.